നമസ്കാരം. സുരേഷ് ഗോപിക്ക് എന്തോ രണ്ട് കൊമ്പ് വല്ലതുണ്ടോ? MGRും NTRും ഒക്കെ തങ്ങളുടെ അഭിനയം നിലനിർത്തിക്കൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത്. സുരേഷ് ഗോപി തനിക്ക് കിട്ടിയ സഹമന്ത്രി സ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നല്ലോ. ആ അതൃപ്തി കാരണം അദ്ദേഹം തൻ്റെ മന്ത്രിപദം വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ക്യാബിനറ്റ് പദം കിട്ടാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ചാഞ്ചാട്ടം. ടൂറിസം, പെട്രോളിയം വകുപ്പുകൾ നൽകി സുരേഷ് ഗോപിയെ കേന്ദ്രം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് 10ഓളം വകുപ്പുകളുടെ നിയന്ത്രണം ആവശ്യപ്പെട്ട സുരേഷ് ഗോപിക്ക് സ്വന്തം നാക്ക് തന്നെയാണ് പണിയായി മാറിയത്. 10 വകുപ്പുകളുടെ സ്വാധീനമാണ് തനിക്ക് ആവശ്യമുള്ളതെന്നും കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും പ്രതിനിധിയാണെന്നുമൊക്കെ മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് മുമ്പ് അടിച്ചു തള്ളിവിട്ട സുരേഷ് ഗോപിക്ക് കേന്ദ്രം നല്ല 8ന്റെ പണി കൊടുത്തെന്നാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. ക്യാബിനറ്റ് പദവി കിട്ടിയതോടെയാണ് ലഭിച്ച മന്ത്രിപദം വേണ്ടാന്ന് വയ്ക്കാൻ സുരേഷ് ഗോപി തയ്യാറായത്. MGRും NTRും ഒക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഭരണം നടത്തിയവരാണ്. എന്നാൽ സുരേഷ് ഗോപി സിനിമയുടെ പേരിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് വയ്ക്കാൻ തയ്യാറായത് ക്യാബിനറ്റ് സ്ഥാനം കിട്ടാത്തതിൻ്റെ ചൊടിച്ചിൽ തന്നെയാണ്. നിലവിലെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടില്ല. മമ്മൂട്ടി കമ്പനി ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളുമായി സുരേഷ് ഗോപി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു സിനിമയുടെയും ചിത്രീകരണം തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുത. ഇനി അഥവാ സിനിമകളുടെ ചിത്രീകരണം തുടങ്ങിയാലും സുരേഷ് ഗോപിക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സിനിമകൾ പൂർത്തീകരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും. സുരേഷ് ഗോപിയുടെ ഈ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടും അതിനെ മനസ്സിലാക്കിയുമായിരുന്നു കേന്ദ്രം ഈ ഒരു പദവി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ക്യാബിനറ്റ് പദവി ലഭിക്കാതെ വന്നപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 24 മണിക്കൂറിനകം പദവി ഒഴിയാൻ സുരേഷ് ഗോപി പരസ്യമായിട്ടായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. 6 സിനിമകൾ അഭിനയിക്കാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിൽ മത്സരിച്ച് ജയിച്ചത് മുഴുവൻ സമയവും അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഒരുമിച്ച് തങ്ങളുടെ ജനപ്രതിനിധിയായി അവിടെ ഉണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജയിച്ചു കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധി തൻ്റെ യഥാർത്ഥ ഗുണം കാണിച്ചു എന്നല്ല ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MP സ്ഥാനം എന്ന പദവി ജനങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു പദവി കൂടിയാണ്. എന്നാൽ സുരേഷ് ഗോപി ഇവിടെ വളരെ അപക്വമായ രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. 10 വകുപ്പുകളിലെ സ്വാധീനവും തമിഴ്നാടിൻ്റെ പ്രതിനിധിയും പോലുള്ള അതിരുവിട്ട പരാമർശം പരിഗണിച്ചാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ക്യാബിനറ്റ് പദവി കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചത്. എന്തായാലും ഇനി തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി ഭാവിയിൽ ക്യാബിനറ്റ് പദവി നൽകിയാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന പ്രധാന കാര്യം സുരേഷ് ഗോപിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് പ്രവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് വോട്ടർമാർ. തൃശ്ശൂരിൽ വിജയിച്ച് കേരളത്തിൽ BJPക്കായി ചരിത്രം എഴുതിയ തനിക്ക് മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് മന്ത്രിസ്ഥാനം കിട്ടുക എന്ന് സുരേഷ് ഗോപി വിചാരിച്ചിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപി ചൊടിച്ചത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം കട്ടക്കലിപ്പിൽ തന്നെ ദില്ലിയിൽ തുടരാതെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപി. അമിത്ഷാ വിളിച്ചിട്ടും സുരേഷ് ഗോപി ഫോൺ എടുത്തില്ല. പിന്നീട് കുറേ കഴിഞ്ഞ് നരേന്ദ്രമോദി വിളിച്ച് പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും സുരേഷ് ഗോപി ന്യായങ്ങൾ നിരത്താൻ നോക്കുകയും ടിക്കറ്റ് ഇല്ല എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് പോകാതിരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിക്കുള്ള വിസ്താര വിമാനത്തിൽ സുരേഷ് ഗോപിക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 സീറ്റ് ശരിപ്പെടുത്തിയത്. ഇതൊക്കെയും സുരേഷ് ഗോപിയുടെ താല്പര്യമില്ലായ്മ തുറന്നു കാട്ടുന്ന ഒരുതരം പെരുമാറ്റങ്ങളായിരുന്നു. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സ്ഥാനമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുമെന്നാണ് സൂചന. ടൂറിസം, പെട്രോളിയം വകുപ്പുകൾ നൽകിയതിലും സുരേഷ് ഗോപി സന്തോഷവാനാണെന്നാണ് കിട്ടുന്ന വിവരം. ഒരു വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല കൂടി സുരേഷ് ഗോപിക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്.